എന്താ സ്വാമി വിവേകാനന്ദൻ കേരളത്തിനെ വിളിച്ച് ഭ്രാന്താലയമേന്ന്. ഭ്രാന്തന്മാരാണൊക്കെ എന്താ ഈ ലൗകികതയുടെ പിറകെ പോവാ. എത്ര ഉപനിഷത്തുകൾ, കുട്ടി കുട്ടി ഗ്രന്ഥങ്ങളാ ദശോപനിഷത്ത്. അത് എടുത്തു വെച്ചാൽ തന്നെ കാണാം, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാ നിബോധത. നിങ്ങളൊക്കെ ഉണർന്ന് എഴുന്നേൽക്കൂന്ന് സ്വാമിജി പറഞ്ഞു. നമ്മളെ ഉണരുന്നില്ല, ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അതിൽ പറയുന്നുണ്ട് ഇത്തിരിയൊക്കെ ഇതിങ്ങനെ ശ്രവണം കീർത്തനം വിഷ്ണോർ സ്മരണം കുറെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ വരുന്ന പാവങ്ങൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കണം തോന്നും. അതാ പറയുന്നത് സമചിത്തന്മാരെപ്പോഴും എങ്ങനെയായിരിക്കും? മറ്റുള്ളവർക്ക് ഭക്തി അറിവ് പകർന്നു കൊടുക്കുന്ന വ്യക്തികളായിരിക്കും. ഇങ്ങനെ സാധുക്കളായ സജ്ജനങ്ങളുമായി നിങ്ങൾക്ക് സംഘം വന്നാൽ എന്തുണ്ടാവും? ഭഗവത് കഥകൾ അങ്ങനെ കേൾക്കാനും അതിൽ രമിക്കാനും നിങ്ങൾക്ക് കഴിയും. അപ്പോൾ നമ്മുടെ ഈ എല്ലാ സുഖങ്ങളും ഇന്ദ്രിയ സുഖങ്ങൾക്ക് അപ്പുറമുള്ള ഒരു രതിയാണ് എന്ത്? ഈശ്വര കഥാ ശ്രവണം എന്ന് മനസ്സിലാക്കുക. മരണം വരെ ഈശ്വര കഥകൾ അങ്ങനെ കേൾക്കുക, പറയുക. എങ്ങനെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന? നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാംബുദേ. ഹേ ശ്രീരാമചന്ദ്ര, ഞങ്ങൾ ലൗകികരാണ്, നമ്മുടെ പ്രാർത്ഥനയാണത്. ഞങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുകയാണെങ്കിലും ഇനി ഉറങ്ങുകയാണെങ്കിലും ഹേ ശ്രീരാമചന്ദ്ര, അങ്ങയുടെ രൂപം സീതയാ സംയുതം, സീതയോടുകൂടിയുള്ള ആ രൂപം ധ്യാനിക്കാൻ, അങ്ങയുടെ നാമം ജപിക്കാൻ തോന്നിപ്പിക്കണമേ ജഗദീശ്വര എന്ന് പ്രാർത്ഥിക്കാം.